ഇന്നത്തെ വീഡിയോ എന്നത്തെ പോലും തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം ഇതിലെ പ്രധാന വിഷയം ഈ ഗ്രോ ബാഗിലെ മണ്ണ് ഒരു 2 പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം ആ മണ്ണ് നമുക്ക് ഉപയോഗിക്കാമോ, ഉപയോഗിച്ചാൽ അതിൽ വിളവ് കിട്ടുമോ നല്ല രീതിയിൽ. മണ്ണിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൂലകങ്ങളുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ ഈ മൂലകങ്ങളെല്ലാം നശിച്ചു പോകില്ലേ? പറമ്പിലാണെങ്കിൽ പിന്നെ മണ്ണ് വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ട് അങ്ങനെ നഷ്ടം വരുന്നില്ല. ഗ്രോ ബാഗിലെന്ന് പറഞ്ഞാൽ ഈ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്ന രീതിയിലല്ലേ മണ്ണ് കിടക്കുന്നത്. അപ്പോൾ മൂലകങ്ങളെല്ലാം നഷ്ടപ്പെടില്ല എന്നാണ് ചോദ്യം. കുറേ പേരെന്നോട് ചോദിച്ചു, ഫോണിലൂടെ അല്ലാതെ മെസ്സേജ് ഇട്ടുമൊക്കെ എല്ലാം ചോദിച്ചു. അപ്പോൾ നമുക്ക് ഫോണിലൂടെ പരിമിതികളുണ്ട്, ഒരുപാട് അങ്ങനെ നീട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചത്. ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ നമ്മളൊക്കെ മലയാളികൾ ഒരു 80% ആൾക്കാരും ഒരു 10 സെൻറ്റ് മുതൽ 50 സെൻറ്റ് വരെ ഉള്ള സ്ഥലത്ത് ഒതുങ്ങി ജീവിക്കുന്നവരാണ്. ദിവസവും ഉപയോഗിക്കുന്ന വസ്തുവാണ് പച്ചക്കറി. അപ്പോൾ ഇത് കടകളിൽ നിന്നും വിഷമടിച്ച പച്ചക്കറി വാങ്ങിക്കാതെ യാതൊരു നിവൃത്തിയില്ല. ഇത് സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം സർക്കാർ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ വരുന്നതെല്ലാം വിഷമാണ്. അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നിർത്തേണ്ടി വരും, സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. സ്റ്റോപ്പ് ചെയ്താൽ ഉള്ള സംഭവം നിങ്ങൾക്കറിയാം, ഞാൻ പറയാണ്ട് തന്നെ അറിയാം. ഒരൊറ്റ അടുക്കളയിൽ തീ പുകയില്ല. അപ്പോൾ സർക്കാരിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ മലയാളികൾ ഇത് കഴിക്കുകയും ചെയ്യുന്നു. വരുമ്പോൾ വരട്ടെ, ആശുപത്രിയിൽ വെച്ച് കാണാം, ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെയാണ്. അപ്പോൾ അതിൽ കുറേ മാറ്റം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു 80% കുടുംബങ്ങൾ ഇപ്പോൾ വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ കൃഷിയെപ്പറ്റി ഗ്രാഹ്യമായ ഒരു ഗണ്യമായ രീതിയിലൊരു അറിവ് ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും പേർക്ക് വിളവുകൾ വളരെ കുറഞ്ഞു കിട്ടുന്നു. നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പോൾ 10 തക്കാളി കിട്ടുന്നിടത്ത് പിന്നത്തെ കൃഷിയിൽ അത് 20 എണ്ണം ആകണം. അതിനെന്താണ് ചെയ്യേണ്ടത്? എന്നാൽ അധികം പൈസയൊക്കെ മുടക്കാതെ, രാസവളങ്ങൾ വാങ്ങിക്കാതെ, കീടനാശിനികൾ അടിക്കാതെ നമുക്ക് ഈ കാര്യം സാധ്യമാകണം. അപ്പോൾ അതിന് എന്തെല്ലാമൊക്കെ ചെയ്യാം. മിക്കവാറും ആൾക്കാർ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത്. പറമ്പിൽ ചെയ്യുന്നവരും വളരെ കുറച്ച് പേരുണ്ട്. ഗ്രോ ബാഗിലാണെങ്കിൽ ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ 100 ചില്ലാനം ഗ്രോ ബാഗുകൾ നമ്മൾ അവിടെ വയ്ക്കാൻ സാധിക്കും. അതിലാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ചെയ്യാം. ഞാൻ എല്ലാ തവണയും വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നത്, നിങ്ങൾ ഒരു 25 ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ 25 ഗ്രോ ബാഗ് കൃഷി മാറ്റി വയ്ക്കണം സ്പെയറായിട്ട്. ഇതിലെ വിളവ് തീരുന്നതിന് മുമ്പ് മറ്റേ 25 ഗ്രോ ബാഗിൽ തയ്യ് പൂവിടാൻ ഉള്ള പ്രായത്തിൽ എത്തി നിൽക്കണം. അപ്പോഴാണ് ഈ ഗ്രോ ബാഗ് എല്ലാം കളഞ്ഞിട്ട് ആ ഗ്രോ ബാഗ് എടുത്ത് കയറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഈ 365 ദിവസവും നമുക്ക് പച്ചക്കറി കിട്ടുന്നത്. കൃഷിയെപ്പറ്റി ഒരുവിധമൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാം അറിയാം. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എന്താണ് വളം, എന്താണ് കീടനാശിനി, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, നടണ സമയം എപ്പോഴും, ഇതെല്ലാം അറിയാം ആൾക്കാർക്ക്. അപ്പോൾ ഇങ്ങനെയൊരു സംശയം വന്നപ്പോൾ ഞാനത് തീർത്തു കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. ഇത് 3 തവണ തക്കാളി കൃഷി ചെയ്ത ഗ്രോ ബാഗിലെ മണ്ണാണ്. അപ്പോൾ എനിക്ക് കുറേ ഗ്രോ ബാഗ് മണ്ണുണ്ട്. ഞാൻ ആ മണ്ണെല്ലാം ഇവിടെ കൂട്ടിയിട്ടിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ മണ്ണ് ഒരുക്കാമെന്നുള്ളത്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണാണ്. 15 ദിവസം കഴിയണം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചെടുത്ത് ഇതിൽ കാണിച്ചതാണ്. അപ്പോൾ ഈ 2 പ്രാവശ്യം കൃഷി ചെയ്ത ഈ മണ്ണിനകത്ത് മൂലകങ്ങൾ ഒരുവിധമൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയല്ല, ഇത് മണ്ണിലെ പുളിപ്പ് പോയിട്ടുണ്ടാവില്ല. ആദ്യം നമ്മളിത് പുളിപ്പൊക്കെ മാറ്റി കുമ്മായമൊക്കെ ഇട്ട് 15 ദിവസം കഴിഞ്ഞ് പുളിപ്പൊക്കെ മാറ്റി എടുത്ത മണ്ണാണ് 2 തവണ മുമ്പ് കൃഷി ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു തവണ കൃഷി ചെയ്തു. പിന്നീട് ആ മണ്ണ് ഈ കുമ്മായമൊക്കെ രണ്ടാമതും ചേർത്ത് കൃഷി ചെയ്തു. ഇതിപ്പോൾ 2 തവണ കഴിഞ്ഞ് മൂന്നാമതാണ്. ഇപ്പോഴും ഞാൻ ഈ മണ്ണുകളൊക്കെ കുമ്മായം ചേർത്താണ് വച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറമ്പിലാണെങ്കിൽ കുഴപ്പമില്ല, ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ ഈ മണ്ണിലെ പുളിരസം കൂടാൻ സാധ്യതയുണ്ട്. പുളിരസമൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ കൃഷി ചെയ്തത്, ശരിയാണ്. പക്ഷേ ഇതിന് നമ്മൾ ഈ വളം കൊടുക്കുമ്പോൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് കൊടുക്കുന്നു,
പുള്ളിത്തോലൊക്കെ പൊളിപ്പിച്ച് കൊടുക്കുന്നു. അപ്പോൾ പുളിരസം മാറിയ മണ്ണിൽ കൃഷി തീരുന്നതിന് മുറയ്ക്ക് മറ്റേ പുളിരസം പിന്നെയും കൂടി വരും. അപ്പോൾ നമ്മൾ ആ മണ്ണ് നമുക്ക് 3, 4, 5 പ്രാവശ്യം ഈ മണ്ണ് ഉപയോഗിക്കാം. 5 പ്രാവശ്യമൊക്കെ ഞാൻ 6 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മണ്ണ് ഉപയോഗിക്കാം, കളയണ്ട. ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്. ഓരോ തവണ നമ്മളിത് ചെയ്യുമ്പോഴും ഈ മണ്ണ് 15 ദിവസം കുമ്മായമൊക്കെ ഇട്ട് 15 ദിവസം ട്രീറ്റ് ചെയ്ത് വച്ചിട്ട് ശേഷം 15 ദിവസം കഴിഞ്ഞിട്ട് 1 മാസമൊക്കെയാണ് പറയുന്നത്. എന്നാലും നമുക്ക് 15 ദിവസം കഴിയുമ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് ഞാൻ. ഇപ്പോൾ കുമ്മായം കിട്ടാത്ത ഒരു ഡോളോമേറ്റ് ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ച് മണ്ണ് ശരിയാക്കിയിട്ട് നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇതിപ്പോൾ തക്കാളി നട്ട മണ്ണാണ്. ഈ മണ്ണിൽ നമ്മൾ ഇനിയും തക്കാളിയല്ല നടുന്നത്. വെണ്ടയോ അല്ലെങ്കിൽ പച്ചമുളകോ വേറെ എന്തും തക്കാളി ഒഴിച്ച് വേറെ എന്തും അതിൽ നടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തക്കാളി നട്ട ഗ്രോബാഗിലെ ഗ്രോബാഗെല്ലാം മാറ്റി വയ്ക്കുക. അത് വേറൊരു മൂലയിൽ കുടഞ്ഞിടുക. ഇതുപോലെ കുടഞ്ഞിട്ട് വെണ്ട നട്ട മണ്ണും വേറൊരു മൂലയിൽ കുടഞ്ഞിടുക. അപ്പോൾ നമ്മൾ മനസ്സിൽ വേണം ഇന്നത് തക്കാളിയായിരുന്നു, ഇന്നത് വെണ്ടയായിരുന്നു എന്ന് ഉള്ള ഓർമ്മ നമ്മുടെ ഉള്ളിൽ വേണം. എന്നിട്ട് ഈ വളങ്ങളെല്ലാം ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് വെണ്ട നടുക, മറ്റേ തക്കാളി നട്ട മണ്ണിലേക്ക് പച്ചമുളക് നടുക. ഇതിങ്ങനെ ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നത്. പിന്നെ 2, 3 തവണ ആയി കഴിഞ്ഞാൽ പിന്നെ 4-ാം തവണ 5-ാം തവണയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണ്ണെല്ലാം കൂടി കുടഞ്ഞിടുക. അതായത് തക്കാളി നട്ട മണ്ണും വെണ്ട നട്ട മണ്ണും എല്ലാ മണ്ണും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇതുപോലെ കുമ്മായമൊക്കെ എല്ലാ തവണയും ചേർക്കണം. കാരണം ഇതിൽ പുളിരസം കൂടി ഓരോ കൃഷി കഴിയുമ്പോഴും മണ്ണിൽ പുളിരസം കൂടി വരും. ആ മണ്ണാണ് ഇതുപോലെ നമ്മൾ കൃഷി ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ വരുന്ന സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി 10-ാം തീയതി ആയി. പിന്നെയും വരുന്ന സമയങ്ങൾ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 4 മാസം ഇതും കൂടി 4 മാസം ഏറ്റവും നല്ല കൃഷി ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമാണ്. കാരണം കീടബാധകൾ കുറവ്, വെള്ളം വീണിങ്ങനെ കുത്തിവലിച്ച് പോകുന്ന ആ പ്രശ്നങ്ങളില്ല. പിന്നെ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ നനയ്ക്കണം, 2 നേരവും നനയ്ക്കണം. ആ ഒരു പ്രശ്നമുള്ളൂ. ആവശ്യത്തിന് നല്ല വെയിലും കിട്ടും. അപ്പോൾ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ ഞാൻ എല്ലാ തൈകളും പാകി മുളച്ചു വന്നിട്ടുണ്ട്. ചിലതൊക്കെ മുളയ്ക്കുന്നു, ആ പരുവത്തിലായി നിൽക്കുകയാണ്. അപ്പോൾ ഈ മണ്ണിപ്പോൾ കൂട്ടിയിട്ടിട്ട് ഒരാഴ്ചയായി. ഇനിയിപ്പോൾ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് ഈ മണ്ണ് എടുക്കാൻ പാകത്തിന് മറ്റേ തൈകളും മുളച്ചു വരും. അപ്പോൾ കൃഷി ചെയ്യാൻ വളരെ സൗകര്യമായിട്ട് കിട്ടും. പിന്നെ വേറൊരാൾ ചോദിച്ചത് നമ്മൾ ഈ കുമ്മായോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ ഒക്കെ മിക്സ് ചെയ്ത് ഈ മണ്ണിൽ കൂട്ടിയിട്ട് 15 ദിവസം കഴിയുമ്പോൾ ഇതിലുള്ള നല്ല അണുക്കളെല്ലാം ചത്തുപോകില്ലേ? മണ്ണിര, അതുപോലെ നല്ല ബാക്ടീരിയകളൊക്കെ ഉണ്ടാകും, അതെല്ലാം ചത്തുപോകില്ലേ എന്ന് ചോദിച്ചു. ചത്തുപോകും. പക്ഷേ അത് ചത്തുപോകുന്നതോടെ ഇടയ്ക്ക് നമുക്ക് ദോഷം ചെയ്യുന്ന ബാക്ടീരിയകളും എല്ലാം ചത്തുപോകും. എല്ലാ പുഴുക്കളും എല്ലാം ചത്തുപോകും. അപ്പം നമ്മൾ അതിന് ശേഷം അതിൽ മിത്രാണുവളം കൊടുക്കുക ചെയ്യുന്നത്. തന്നെ ഉണ്ടാകും. മിത്രാണുവളം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല ബാക്ടീരിയകളുണ്ടാകും. അതുപോലെ മണ്ണിര നമ്മൾ വേറെ എടുത്തിട്ട് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരുപാട് മണ്ണിരയുണ്ട്. ഇപ്പോൾ മണ്ണിര കാണണമെങ്കിൽ ഒരു ജില്ല വിട്ടു പോയാലും കാണില്ല. അതേ രീതിയിലാണ്. എല്ലാ രാസവളം ഉപയോഗിക്കുന്ന മണ്ണിര ഉണ്ടാകില്ല. നമ്മുടെ കുറച്ച് പറമ്പുള്ളെങ്കിലും അവിടെ മണ്ണിരയുണ്ട്, നിറയുണ്ട്. ഈർപ്പമുള്ള സ്ഥലത്തൊക്കെ മണ്ണിരയുണ്ട്. കാരണം ഞാൻ മണ്ണിര ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഗ്രോ ബാഗിൽ ഒരെണ്ണത്തിനിട്ടാലും മതി. പിന്നെ കൊടുക്കുന്ന വളങ്ങളിൽ നിന്നും ബാക്ടീരിയകളുണ്ടാകും. അപ്പോൾ അന്യരെ താങ്ങി നിൽക്കാതെ സ്വന്തം കാലിൽ ജീവിക്കുക. ഈ അന്യര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അന്യസംസ്ഥാനങ്ങളാണ്. അന്യസംസ്ഥാനങ്ങളല്ല, നാട്ടുകാരാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുക. അതിന് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തേ തീരൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പരമാവധി ജനങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ പണി ഇച്ചിരി കുറഞ്ഞു കിട്ടും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.